പറയാറുണ്ട്, വിളക്ക് വെച്ചതിന് ശേഷം പുറത്തേക്ക് പോകാൻ പറ്റില്ല. അവരൊക്കെ നമ്മൾ പറഞ്ഞ് പേടിപ്പിക്കാറുണ്ട്, പുറത്ത് പോയി എന്ന് പറഞ്ഞാൽ പ്രേതം ഉണ്ടാവും, ഭൂതം ഉണ്ടാവും, മുനി ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ എന്ന് പറയുമ്പോൾ നമ്മൾ കുട്ടികളാണ്, അപ്പോൾ നമ്മൾ പേടിക്കും, എന്നിട്ട് പുറത്തേക്കൊന്നും പോകില്ല. അന്നെന്ന് പറയുമ്പോൾ വീട്ടിൻ്റെ ഉള്ളിൽ മാത്രമേ വെളിച്ചം ഉണ്ടാവുള്ളൂ, പുറത്ത് പോസ്റ്റോ വെളിച്ചോ ഒന്നും ഉണ്ടാവില്ല. അപ്പോൾ നമുക്ക് കൂടുതൽ പേടിയാവുക ചെയ്യുക. പക്ഷെ ഇപ്പോൾ എന്ന് പറയുന്നത് വൈകുന്നേരം രാത്രി ഒരു 11 മണി കഴിഞ്ഞിട്ടായിരിക്കും ചായ കുടിക്കാൻ പുറത്തേക്ക് പോകാൻ നമ്മൾ പ്ലാൻ ചെയ്യുന്നത്. അതുപോലെ ചേട്ടന്മാരും ചേച്ചിമാരൊക്കെ ഒരു 1 മണി 2 മണി കഴിഞ്ഞിട്ടായിരിക്കും സിനിമ കഴിഞ്ഞ് വീട്ടിലേക്ക് വരുന്നത്. അപ്പോൾ ഇപ്പോൾ എന്ന് പറയുന്നത് ആരെങ്കിലും വന്നിട്ട് നമ്മളോട് പ്രേതമുണ്ട്, ഭൂതമുണ്ട്, മുനി എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ പേടിക്കില്ല. കാരണം എന്താണ്, ഇപ്പോൾ പുറത്ത് മൊത്തം വെളിച്ചമാണ്. എന്താ പറയുക, രാവിലെ പോലെയാണ് ഇപ്പോൾ ആൾക്കാർ രാത്രി ബിഹേവ് ചെയ്യുന്നത്. കാരണം വെളിച്ചമുണ്ട് എല്ലാവിടെയും, നമുക്ക് പേടിക്കാനുള്ള കാര്യമില്ല, നമുക്ക് പ്രേതവും ഭൂതവും അങ്ങനെയൊന്നും വിശ്വാസമില്ല. അപ്പോൾ എന്നോട് ആരെങ്കിലും പ്രേതമുണ്ട്, ഭൂതമുണ്ട്, പുറത്തേക്ക് പോകാൻ പറ്റില്ല, വീട്ടിലിരിക്കുന്നു പറഞ്ഞാൽ തന്നെ ഞാൻ ചിരിക്കും. കാരണം എന്താണ്, പുറത്ത് ആൾക്കാരൊക്കെ ഉണ്ട്, എവിടെ പ്രേതം എവിടെ ഭൂതം, ഞാൻ ആരും വിശ്വസിക്കില്ല ഇപ്പോഴത്തെ കാലം എന്ന് പറയുന്നത്. പക്ഷെ നിങ്ങളിപ്പോൾ ഞാൻ പറഞ്ഞാൽ വിശ്വസിക്കുമെന്ന് അറിയില്ല. കാരണം ഇന്നലെ രാത്രി 1 മണി 2 മണി സമയത്ത് ചെറയിൽ നടന്നൊരു സംഭവമാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത്. അപ്പോൾ നിങ്ങളത് കണ്ടു നോക്കുക, എന്നിട്ട് അഭിപ്രായം എന്താണെന്നുള്ളത് പറയാം. ആ സംഭവം എന്ന് പറയുമ്പോ ഇവര് രണ്ടുപേരും കൂടെ രാത്രി 1 മണി 1:30 ആ ടൈമൊക്കെ ചെറ വഴി മറ്റേ കേറ്റം കയറി പോകൂലേ, മറ്റേ അക്ഷരയൊക്കെ ഇവിടുന്ന് അങ്ങോട്ട് ആ റൂട്ട് കേറ്റം കയറി പോയപ്പോ ഒരു പെണ്ണ് കിടന്ന കാര്യം നമുക്ക് കേട്ടന്നു. ഇവര് വണ്ടി നിർത്തി വീഡിയോ എടുത്തു, എന്തെന്ന് അറിയാൻ വയ്യാതെ സൗണ്ട് അടുത്തടുത്ത് വരുന്നതൊക്കെ ഉണ്ട്. ആ വീഡിയോ എടുത്ത് നോക്കിയാലും അറിയാം. അങ്ങനെ ഇവര് വണ്ടിയെ ലൈറ്റ് ഓൺ ആക്കാതെ ഫ്രണ്ടിങ്ങനെ നിൽക്കുന്നു. ഇവര് വണ്ടി എടുത്ത് വളച്ചതും പുറത്തങ്ങാണ്ട് ചാടി കയറിയതും ബാക്കിൽ ഇരുന്ന് ഇറങ്ങി ഓടിയുന്നു. ഫ്രണ്ടിൽ ഇരുന്ന് അവിടെ തന്നെയാണ് പോകാൻ കിട്ടുക. അവനെയാണ് അടിച്ചു പിടിച്ച് വെച്ചേക്കുന്നത്. ഇവര് അവിടെ കിടന്ന് കൊല വിളിച്ചിട്ട് അവിടെ നിന്നുള്ള ആരും ഇറങ്ങി വന്നില്ലൊന്നും. ഇങ്ങനെ ഓടിയവൻ ഇനി ഇറങ്ങി വന്ന് ഫോണിൽ വിളിച്ച് എല്ലാവരും കൂടെ ചെന്ന് നോക്കിയപ്പോ അവിടെ കിടക്കുന്നു ബോധം കെട്ട്. അടുത്ത ആശുപത്രി കൊണ്ടുപോയി എടുത്ത ഫോട്ടോയാണത്. അപ്പൊ ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് എന്താ തോന്നിയത്? ഈ വീഡിയോ എനിക്ക് ആദ്യം കണ്ടപ്പോൾ ഞാൻ പേടിച്ചു പോയി. പിന്നെ ഞാൻ അച്ഛനോടും മാമിയോടൊക്കെ കൊണ്ടുപോയി കാണിച്ചു കൊടുത്തിട്ട് ഞാൻ പറഞ്ഞപ്പോൾ അവരെന്നോട് പറഞ്ഞത്, ചിലപ്പോൾ ഇവർ പ്രേതമാണെന്ന് നമുക്ക് 100% വിശ്വസിക്കാൻ പറ്റില്ലല്ലോ, കാരണം നമ്മൾ ഈ കാര്യം കണ്ടിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് നമുക്കത് വിശ്വസിക്കാൻ പറ്റില്ല. സത്യമാണോ എന്ന് നമുക്കറിയില്ല, എന്താ സത്യാവസ്ഥ ആണെന്ന് നമുക്കറിയില്ല. അപ്പോൾ അവർ പറഞ്ഞത് എന്തെങ്കിലും മോഷ്ടിക്കാനോ എന്തെങ്കിലും വന്നിട്ട് ഈ ഒരു വേഷത്തിൽ വന്നു എന്ന് പറഞ്ഞാൽ രാത്രി സമയത്ത് ആര് കണ്ടാലും അവർ പേടിക്കും, പാനിക്കാവും. അപ്പോൾ അത് ചേട്ടന്മാർ ചെയ്ത പോലെ തന്നെ പാനിക്കാവും. അപ്പോൾ അതുകൊണ്ട് അവർക്ക് ഈസി ആയിട്ട് രക്ഷപ്പെടാമെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഒരു വേഷത്തിൽ വന്നതാണോ എന്നും നമുക്ക് പറയാൻ പറ്റില്ല, കാരണം നമ്മളിത് കണ്ടിട്ടില്ല. അപ്പോൾ നമുക്ക് സത്യാവസ്ഥ എന്താണെന്നുള്ളത് അറിയില്ല. അപ്പോൾ നിങ്ങൾക്ക് അറിയാമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളത് കമൻറ്റ് ചെയ്യുക. അപ്പോൾ എല്ലാവരും സേഫായിട്ട് പോകുക രാത്രി കാലങ്ങളിലൊക്കെ പുറത്ത് പോകുമ്പോൾ. അപ്പോൾ ഇങ്ങനെയൊക്കെ ഒരു എന്താ പറയുക, നമുക്കൊരു അനുഭവം ഉള്ളതുകൊണ്ട് സേഫായിട്ട് പോകാം. നമുക്ക് ഇതിൻ്റെ സത്യാവസ്ഥ എന്താണെന്ന് അറിയില്ല. അപ്പോൾ എല്ലാവരും സേഫായിട്ട് പോകുക.